AC ബാലകൃഷ്ണൻ AC ബാലകൃഷ്ണൻ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിനോടൊപ്പം ഈ പ്രതിപക്ഷം ഉണ്ടാവും എന്നുള്ളതാണ്. അത് മറ്റൊരു മാതൃകയാണ്. ഈ നേരം അത്രയും സർക്കാരിന് പൂർണ്ണ പിന്തുണയുമായി പ്രതിപക്ഷം ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. AC ബാലകൃഷ്ണനെയും ടി സിദ്ദിഖിനെയും പോലെയുള്ള MLA-മാരും വളരെ സജീവമായി മന്ത്രിമാർക്കൊപ്പം ദുരന്ത മേഖലയിൽ തന്നെയുണ്ട്. ഇപ്പോഴും അത് തുടരുന്നു. ഇനിയിപ്പോൾ നമ്മൾ പുനരധിവാസത്തിൻ്റെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. AC ബാലകൃഷ്ണൻ, ഇനി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇപ്പോൾ താൽക്കാലിക പുനരധിവാസത്തിനുള്ള ഗവൺമെൻറ് ക്വാർട്ടേഴ്സുകൾ ഒരുങ്ങുന്നു. റിപ്പോർട്ടർ തന്നെ ഏകദേശം 65 വീടുകൾ, ഞങ്ങൾ 50 വീടെന്നാണ് കരുതിയത്, 65 വീടുകളുടെ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. നാളെയും മറ്റന്നാളുമായിട്ട് നമ്മളത് മിനിസ്റ്റർക്ക് കൈമാറും. വാടക വീടിന് തയ്യാറായി വന്നിരിക്കുന്ന മേപ്പാടിയിലെയും തൊട്ടടുത്ത പ്രദേശത്തെയും ആളുകൾ. അപ്പോൾ ഈ താൽക്കാലിക പുനരധിവാസത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതിപക്ഷത്തിന് ചില കാര്യങ്ങൾ MLA എന്ന നിലയിൽ താങ്കൾക്കും പറയാനുണ്ടാകുമല്ലോ. എന്താണ് ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ AC ബാലകൃഷ്ണന് തോന്നുന്നത്? അടിയന്തരമായി ഇനി നമ്മളുടെ ശ്രദ്ധ പതിയേണ്ടത് എവിടെയാണ്? അരുൺകുമാർ, നമ്മൾ ഈ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ 30-ാം തീയതി മുണ്ടക്കൈ ചൂരൽമല മേഖലയിലുണ്ടായ ഈ മഹാദുരന്തം ഭയാനകമാണ്. അതിൽ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. മിനിസ്റ്റർ പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ജീവൻ പൊലിഞ്ഞ മനുഷ്യ ശരീരം കണ്ടെത്തുന്നതിന് വേണ്ടിയും രക്ഷാപ്രവർത്തകരുടെ കൂടെ നിന്നും, അതോടൊപ്പം തന്നെ ഈ സംഭവം ഉണ്ടായി അന്ന് 30-ന് വൈകിട്ടാണ് 31-ന് വൈകിട്ട് മുഴുവൻ ആളുകളെയും ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു, കെ രാജൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ശശീന്ദ്രൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, അങ്ങനെ ഞാനും സിദ്ദീഖ് MLA-യും കേളു മിനിസ്റ്റർ ഉണ്ടായിരുന്നു. താൽക്കാലികമായ പാലമിട്ട് അതിൽ നിന്നുമാണ് അവിടെ കുടുങ്ങിയ ആളുകളെ മുഴുവനും ഒരു 7 മണിയോടുകൂടി ക്യാമ്പുകളിലേക്ക് എത്തിച്ചത്. അതിനുശേഷം പകുതി സമാധാനമായി. അത് രാഷ്ട്രീയമോ ജാതിയോ മതമൊന്നും നോക്കിയിട്ടല്ല. അതോടൊപ്പം തന്നെ ഇന്ന് ഈ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു അഭിപ്രായം മന്ത്രിമാരുടെ സബ് കമ്മിറ്റി, ഞാനും ടി സിദ്ദീഖ് MLA-യും ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്ററും OR കേളു മിനിസ്റ്ററും ശശീന്ദ്രൻ മിനിസ്റ്ററും കലക്ടർക്ക് ഇത് യോഗത്തിൽ ഞാൻ പറഞ്ഞു, നമുക്ക് ഇത് കുറെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ മുണ്ടക്കൈ പുഞ്ചിരിമുട്ട് പ്രദേശത്ത്, അതോടൊപ്പം തന്നെ ചൂരൽമല പ്രദേശത്തുള്ള അവരുടെ ബന്ധുമിത്രാദികളുണ്ട്. അവരെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട്, അവരുടെ സംശയം ദൂരീകരിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഒരു റൗണ്ട് കൂടി മേലെ മുതൽ നമുക്ക് താഴേക്ക് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ വളരെ അനുകൂലമായ നിലപാടാണ് യഥാർത്ഥത്തിൽ റിയാസ് മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. അവിടെ തന്നെ ബോധ്യമാണ്, ഒരിക്കലും പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെയാണ്. അതിന്റെ ഭാഗമായി നമ്മൾ പലവട്ടം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു പുത്തുമല ദുരന്തം പോലെയല്ല ഈ മുണ്ടക്കൈ ദുരന്തം. കനൽ ഭയാനകമാണ്. ഇനി അവിടെയുള്ള ആളുകൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയ ആളുകൾ അങ്ങോട്ട് പോകാനുള്ള പ്രായോഗികമായ പ്രയാസമുണ്ടെന്ന് ക്യാമ്പുകളിൽ ഞങ്ങളൊക്കെ സന്ദർശിച്ചപ്പോൾ അവർ പറയുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് എത്രയും പെട്ടെന്ന് താൽക്കാലികമായ സൗകര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം. അതിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ 2 ദിവസം മുൻപ് അതിന്റെ പ്രയത്നം ആരംഭിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് മിനിസ്റ്ററും ഞാനും അതോടൊപ്പം സിദ്ദീഖ് അടക്കമുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാര്, അതിന്റെ നോഡൽ ഓഫീസർമാര്, കലക്ടർ അടക്കം ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പൊ ഞങ്ങളൊരു വിഷയം ചൂണ്ടിക്കാണിച്ചു. നമുക്കറിയാം, പുത്തുമല 2019 നമ്മൾ കുറെ ആളുകളെ വാടകയ്ക്ക് വീട്ടിൽ താമസിപ്പിച്ചിരുന്നു. പക്ഷെ അവരിൽ അവസാനം വാടക കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഗവൺമെന്റ് ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടി കൊടുത്ത കോമ്പൻസേഷനിൽ നിന്നും അവർക്ക് വാടക എടുത്തു കൊടുക്കേണ്ടി വന്നു. പക്ഷെ ഇന്നതല്ല. ഇന്ന് ഗവൺമെന്റിന് ബാധ്യതയില്ലാതെ, അതോടൊപ്പം തന്നെ വാടക കൊടുക്കാതെ എങ്ങനെ നമുക്ക് നിലനിന്ന് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ ക്വാർട്ടേഴ്സുകളൊക്കെ കണ്ടെത്തി അതിന്റെ ഫർണിഷ് ചെയ്യുന്നതിന് വേണ്ടി കലക്ടറെ ചുമതലപ്പെടുത്തി. അതേപോലെ തന്നെയാണ് കാരാപ്പുഴ സൈറ്റിൽ ഏതാണ്ട് 125-130 വീടുകൾ പട്ടികവർഗ ഡിപ്പാർട്ട്മെന്റ് നിർമ്മിച്ചിട്ടുണ്ട്. ആ വീട്ടിലത്തെ ഏതാണ്ട് 150 വീടുകളിൽ ആളുകളില്ല. പുനരധിവാസത്തിന് വേണ്ടിയാണ് പട്ടികവർഗക്കാരുടെ. അത്തരം വീടുകൾ ഏതാണ്ട്
1.5 വർഷത്തേക്കോ നമ്മൾ ആദിവാസി സംഘടനാ നേതാക്കളൊക്കെ വിളിച്ച് ബോധ്യപ്പെടുത്തി ആ വീടും കൂടി എടുത്ത് അത് വാട്ടർ കണക്ഷനും വൈദ്യുതി കണക്ഷനും ഒരു റോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭാവിയിലേക്ക് അത് വേണം. പട്ടികവർഗക്കാർക്ക് കൊടുക്കാനാണെങ്കിലും അത് ആവശ്യമാണ്. അതിപ്പോൾ തന്നെ ചെയ്ത് അങ്ങോട്ട് കുറേ ആളുകളെ മാറ്റുകയാണെങ്കിൽ കുറേ ആശ്വാസങ്ങൾ ഉണ്ടാവും. പിന്നെ പുനരധിവാസം എന്ന് പറയുന്നതിൽ താൽക്കാലിക സംവിധാനം, സ്ഥിര സംവിധാനം എന്താണ്? അവിടുത്തെ ആളുകൾ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾക്കിനി അങ്ങോട്ട് പോകാൻ കഴിയില്ല, ഞങ്ങളെ മാറ്റി പാർപ്പിക്കും. അപ്പൊ പുനരധിവാസം എന്ന് പറയുന്ന പദ്ധതിക്ക് തന്നെയാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും വിശാലമായി നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ടതാണ്. സർക്കാർ ഒരു പദ്ധതിയിലേക്ക് എത്തുന്നു, പ്രതിപക്ഷവും ഒരു ടൗൺഷിപ്പിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് സർക്കാരിനോടൊപ്പം പൂർണ്ണമായും സഹകരിക്കുമെന്ന് പറയുന്നു. വളരെ വ്യക്തമാണ്.